നമ്മൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ജില്ലകൾ തോറും കോൺഗ്രസ് വിജയ സാധ്യതകളിലൂടെയും വിജയ സ്ഥാനാർത്ഥികളിലൂടെയും സഞ്ചരിക്കുകയായിരുന്നു. അതിൽ ജയമുറപ്പുള്ള സ്ഥാനാർത്ഥികളെയും ജയമുറപ്പുള്ള മണ്ഡലങ്ങളും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയും മണ്ഡലങ്ങളെയും കണ്ടു. പിടിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ചിലത് പിടിക്കാൻ നടത്തേണ്ട തീവ്ര ശ്രമങ്ങളും പരിശോധിച്ചു. അതിൽ പ്രധാനപ്പെട്ട യുവ വനിതാ നേതാക്കളെയും നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ഒരു സർവേയിലേക്കാണ് നീങ്ങുന്നത്. 14 ജില്ലകളിൽ 140 മണ്ഡലങ്ങളിൽ വീശുന്ന UDF തരംഗക്കാറ്റിൻ്റെ ഗതിവിഗതികൾ UDFന് അനുകൂലമാകുമെന്നതിനാൽ തന്നെ UDF തങ്ങളുടെ കുതിച്ചുചാട്ടത്തിന് വഴികൾ ത്വരിതപ്പെടുത്തുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് അടിമുടി മാറുകയാണ്. ടീം UDF എന്ന ഒറ്റ പാർട്ടി ചിന്തയിലേക്ക് കക്ഷികളെയെല്ലാം ഏകോപിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാണ്. മാത്രമല്ല, കേരളം LDF ഭരണത്തിൽ അധപ്പതനത്തിൻ്റെ മൂർധന്യാവസ്ഥയിലും എത്തിക്കഴിഞ്ഞ നിലയിലുമാണ്. ഈ അവസരത്തിൽ ഒരു സർവേ അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ജനഹിതം തേടാൻ ഗ്രൗണ്ട് സീറോ ഇറങ്ങിയതും അതിൽ UDFൻ്റെ ഗ്രാഫ് ഉയരുന്നതായി കണ്ടെത്തിയതും. ഈ പുതിയ സർവേ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങാം. കേരളത്തിൽ സർക്കാർ രൂപീകരണത്തിൻ്റെ അലയൊലികൾ നിശ്ചയിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളുടെ നേട്ടങ്ങളിൽ നിന്നായതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ എന്നും സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വിധി നിർണയ മണ്ഡലങ്ങൾ തന്നെയാണ്. 14 മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13ഉം LDF വിജയിച്ചതായിരുന്നു. 1 മാത്രം നിലനിർത്താനേ UDFന് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF തിരുവനന്തപുരത്ത് 7 സീറ്റിലേക്ക് ഒതുങ്ങുകയും UDF പഴയ 1-ൽ നിന്ന് 7 സീറ്റുകൾ പിടിച്ച് മുന്നേറുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ. കൊല്ലം ജില്ല, ഇവിടെ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കൊല്ലം എക്കാലത്തും LDFൻ്റെ കൂടെ നിൽക്കുന്ന ജില്ലയാണെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയുമെന്നാണ് പുതിയ കണക്കുകൂട്ടൽ. ഇപ്പോൾ LDFന് 9 സീറ്റുകളാണ് അവിടെ ഉള്ളത്. 2 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. എന്നാൽ 2026 വരുമ്പോൾ UDF 2-ൽ നിന്നും 5-ലേക്ക് ഇവിടെ ഉയരുമെന്നാണ് പൊതുജനാഭിപ്രായവും സർവേ കണക്കുകളും പറയുന്നത്. LDFന് 9 എന്നുള്ളത് വെറും 6-ലേക്ക് ഒതുങ്ങുകയും ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കഴിഞ്ഞ തവണ 5 സീറ്റും LDF പിടിച്ചു. എന്നാൽ പത്തനംതിട്ടയിൽ ടീം UDFൻ്റെ ഫോക്കസിംഗ് കൊണ്ടും ഭരണത്തിലുള്ള ആരോഗ്യമന്ത്രിയുടെ ഭരണപരാജയവും മന്ത്രിയുടെ മണ്ഡലമായ ആറന്മുളയിൽ ഉൾപ്പെടെ മന്ത്രിക്കേറ്റ തിരിച്ചടികളും നിമിത്തം LDF വളർച്ച നന്നേ മുരടിക്കുകയും മാത്രമല്ല 5 സീറ്റിൽ നിന്നും UDF ഇവിടെ 2 സീറ്റ് ഉറപ്പാക്കിയും കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് 2 സീറ്റുകൾ കൂടി പിടിച്ചടക്കും എന്നും അങ്ങനെ അവിടെ 4 സീറ്റ് പിടിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കോട്ടയം, ഇവിടെ 9 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ LDFന് 5 സീറ്റും UDFന് 4 സീറ്റുമായിരുന്നെങ്കിൽ 2026-ൽ LDF 3-ലേക്ക് ചുരുങ്ങുകയും UDF 6-ലേക്ക് വളരുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വരവ് കൂടിയാകുമ്പോൾ ഒരു പക്ഷേ ഇനിയും കണക്കുകൾ ഇവിടെ കോൺഗ്രസിൽ ഉയരാം. 1-ലൊഴികെ ബാക്കി 8 സീറ്റും തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്രൗണ്ട് സീറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇടുക്കി, 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിൻ്റെ പിൻബലത്തോടെ 4 സീറ്റുകൾ LDF നേടുകയും UDF 1-ൽ ഒതുങ്ങുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മാണി ഗ്രൂപ്പിൻ്റെ ഒരു വരവോടെ UDF ഇവിടെ ഇത്തവണ നേടാൻ സാധ്യതയുള്ള 2 സീറ്റിൻ്റെ കൂടെ മാണി ഗ്രൂപ്പ് കൂടിയായാൽ 4 സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ.
ആലപ്പുഴ ജില്ല 9 സീറ്റുകളാണ് ഇവിടെയുള്ളത്. അതിൽ ഇപ്പോൾ 8 സീറ്റ് ഇടതിന് ഒപ്പമാണ്, 1 മാത്രമാണ് UDFിൻ്റെ ഒപ്പമുള്ളത്. 2026 ഇലക്ഷൻ വരുമ്പോൾ UDF അത് 5ലേക്ക് ഉയരുകയും LDF 4ലേക്ക് ഇടിയുകയും ചെയ്യും. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. UDFിന് ഏറെ വേരുകൾ ആഴത്തിലുള്ള ജില്ലയാണ് എറണാകുളം. LDF 5 സീറ്റിൽ വിജയിച്ചപ്പോൾ UDF 9 സീറ്റും നേടി. എന്നാൽ 2026 സംഭവിക്കാൻ പോകുന്നത് ഒരു തൂത്തുവാരൽ തന്നെയാവും എറണാകുളത്ത്. എന്തൊക്കെ ഗിമ്മിക്കുകളും മാജിക്കുകളും പ്രയോഗിച്ചാലും എറണാകുളത്ത് ഒറ്റ സീറ്റിൽ LDFന് ഒതുങ്ങേണ്ടി വരികയും ടീം UDF അവിടെ 13 സീറ്റിൽ ആധിപത്യം സ്ഥാപിക്കും എന്നുമാണ് വിലയിരുത്തൽ. തൃശ്ശൂർ ജില്ല ഒരു കാലത്ത് UDFിൻ്റെ കോട്ടയായിരുന്ന തൃശ്ശൂർ പക്ഷേ കഴിഞ്ഞ തവണ മാറി ചിന്തിക്കുകയും UDFന് പരാജയം സമ്മാനിക്കുകയുമാണ് ചെയ്തത്. 13ൽ 12 സീറ്റും LDF പിടിച്ചപ്പോൾ UDFന് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു. 2026 തൃശ്ശൂർ ഫോക്കസ് ചെയ്ത് അവിടെ ഒരു കടന്നുകയറ്റം നടത്താനാണ് ടീം UDF ലക്ഷ്യമിടുന്നത്. 1 എന്നുള്ളത് 5 സീറ്റിലേക്ക് ഉയരുമെന്നാണ് സർവേ പറയുന്നത്. LDF 12ൽ നിന്നും 7ലേക്ക് ഒതുങ്ങേണ്ടിയും വരും. ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു ലോക്സഭാ സീറ്റ് BJPക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ LDFന് ഇടയിലൂടെ BJP ഒരു കടന്നുകയറ്റം നടത്താനുള്ള ശ്രമവും കാണേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നിയമസഭാ സീറ്റ് BJPക്ക് സ്വപ്നം കാണാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഛത്തീസ്ഗഡ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പാലക്കാട് ജില്ല ഇവിടെ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ നിലവിൽ 10 സീറ്റുകളും ഇടത് വിജയിച്ചതാണ്. 2 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. BJPക്ക് മുന്നേറ്റമുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. എന്നിരുന്നാലും അടുത്ത കൊല്ലത്തേക്കായി UDF അരയും തലയും മുറക്കെ പാലക്കാട് ഇറങ്ങിക്കഴിഞ്ഞു. പാലക്കാട് UDF ഒരു മുന്നേറ്റത്തിന് കോപ്പ് കൂട്ടിയും കഴിഞ്ഞു. UDF ഇവിടെ 6 സീറ്റ് പിടിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. LDF 6ലേക്ക് ഒതുങ്ങുകയും ചെയ്യും. മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നതിനാൽ മണ്ഡലങ്ങളുടെ എണ്ണവും ഇവിടെ കൂടുതലാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. UDFന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. മുസ്ലിം ലീഗിന് ഏറെ വേരോട്ടമുള്ളതുകൊണ്ട് മലപ്പുറം UDFിൻ്റെ ശക്തി കേന്ദ്രം ആവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത നിലമ്പൂർ മണ്ഡലം അടക്കം 15 സീറ്റുകൾ നേടി UDF ചരിത്ര വിജയം നേടുമ്പോൾ LDFന് പ്രതീക്ഷിക്കാവുന്നത് കേവലം ഒറ്റ സീറ്റ് മാത്രമെന്നാണ് സർവേ ഫലം പറയുന്നത്. കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അടുത്ത തവണ 10 സീറ്റ് UDF പിടിച്ചടക്കുമെന്നും LDF വെറും 3ലേക്ക് ഒതുങ്ങുമെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് 3 മണ്ഡലങ്ങളാണ് വയനാടുള്ളത്. അതിൽ 2 സീറ്റുകൾ നിലവിൽ UDFിനുണ്ട്. ഇപ്പോൾ LDFിൻ്റെ കയ്യിലുള്ള മാനന്തവാടി കൂടി UDF പിടിച്ചെടുക്കുകയും വയനാട് മുഴുവനായും UDF തൂത്തുവാരുകയും ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലം വയനാട്ടിൽ പറയുന്നത്. കണ്ണൂർ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂരുള്ളത്. അതിൽ 9 സീറ്റുകൾ LDFിൻ്റെ കയ്യിലാണ് ഇപ്പോൾ. 2 സീറ്റുകൾ മാത്രമാണ് UDFിനുള്ളത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF 6 സീറ്റിലേക്ക് ഒതുങ്ങുകയും UDF 5 സീറ്റിലേക്ക് അവിടെ ഉയരുകയും ചെയ്യും. കാസർഗോഡ് ജില്ല 5 നിയമസഭാ മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ ഇപ്പോഴത്തെ നില LDFിന് അനുകൂലമാണ്. 3-2 എന്ന തോതിലാണ് സീറ്റ് നില. 2026 തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ LDF 1ലേക്ക് ലോപിക്കുകയും UDF 4 സീറ്റുകളും പിടിച്ചടക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് കേരളത്തിലെ 14 ജില്ലകളിലായി സർവേ പൂർത്തിയാക്കുമ്പോൾ UDF 93 സീറ്റുകൾ നേടുമെന്നും LDF 47ലേക്ക് തകർന്നടിയുമെന്നുമാണ്
സർവേ ഫലം സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയരുന്നതിനാൽ UDF ഇനിയും പ്രതീക്ഷകൾ ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ UDFന് അഭൂതപൂർവമായ വളർച്ചയാണ് 2026 പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ടീം UDF 100-ലേറെ സീറ്റുകൾ പിടിച്ചടക്കും എന്നത് ഒട്ടും ആശ്ചര്യമായിരിക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.